മാതാപിതാക്കളുടെ മരണം മൂലമുണ്ടായ വിഷാദം കാരണം വിവാഹ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾ, അതുമൂലം ഭർത്താവിനുണ്ടായ ഒറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം കൊണ്ടുചെന്നെത്തിച്ചത് വിവാഹേതര ബന്ധത്തിലേക്കും. ആ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത അസൂയയും പകയും എങ്ങനെയാണ് 37-കാരിയായ ഹെദറിൻ്റെ ജീവൻ നഷ്ടമാക്കിയത് എന്നാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. ഹെദർ ഗാരസ് കൊലക്കേസ്, ഗ്രീലിയിലെ ഒരു ക്രൂരകൃത്യം. എല്ലാവർക്കും നമസ്കാരം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കൊളറാഡോയിലെ ഗ്രീലി എന്ന സ്ഥലത്ത് നടന്ന ഒരു കഥയാണ്. ഗ്രീലി കാർഷിക മേഖലയ്ക്ക് വളരെ പേരുകേട്ടതാണ്. സൗത്ത് പാർക്ക് എന്ന ഒരു ഷോയിൽ ഗ്രീലിയെ വിശേഷിപ്പിക്കുന്നത് ഹവായിയുടെ നേർ വിപരീതമെന്നാണ്. നമ്മൾ തുടങ്ങുന്നത് ഹെദർ ലിൻ ഹോഡ്ജസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 1969 ഫെബ്രുവരി 8 കൊളറാഡോയിലെ വീട്രിഡ്ജിലാണ് അവൾ ജനിച്ചത്. സഹോദരി വെൻഡിക്കൊപ്പം മാതാപിതാക്കളായ വില്യമിനും ലിൻഡയ്ക്കുമൊപ്പമാണ് അവൾ വളർന്നത്. വളരെ ദയാലുവും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവളുമായിരുന്നു ഹെദർ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് നോർത്തേൺ കൊളറാഡോയിലെ പഠനത്തിനിടെയാണ് അവൾ തൻ്റെ ഭാവി ഭർത്താവായ ഇഗ്നാസിയോ ഗാരസിനെ കണ്ടുമുട്ടുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവർ പ്രണയത്തിലായി എന്ന് ഇഗ്നാസിയോ പറയുന്നു. 1991 ജൂലൈ 27 അവർ വിവാഹിതരായി. അവർ ഗ്രീലിയിൽ താമസമർപ്പിച്ചു. ഇഗ്നാസിയോ ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറായി ജോലി നോക്കി വരികയായിരുന്നു. ഭർത്താവിൻ്റെ ജോലിക്കിടയിലെ അപകട സാധ്യതകൾ ഹെദറിന് വലിയ ഉത്കണ്ഠയുണ്ടാക്കിയിരുന്നു. 1993 ഹെദർ ഒരു ക്രെഡിറ്റ് യൂണിയനിൽ ടെല്ലറായി ജോലിക്ക് ചേർന്നു. വിവാഹത്തിന് 6 വർഷത്തിന് ശേഷം 1997 അവർക്ക് വിക്ടോറിയ എന്ന മകൾ ജനിച്ചു. ഹെദർ അവൾക്ക് നല്ലൊരു അമ്മയുമായിരുന്നു. എന്നാൽ 2003 അവർക്ക് പ്രയാസകരമായ വർഷമായിരുന്നു. ഹെദറിൻ്റെ പിതാവ് ഹൃദയാഘാതം മൂലവും തൊട്ടു പിന്നാലെ അമ്മ ക്യാൻസർ മൂലവും മരിച്ചു. ഈ വിയോഗങ്ങൾ ഹെദറിനെ കടുത്ത വിഷാദത്തിലേക്ക് നയിച്ചു. ഇത് അവരുടെ ദാമ്പത്യ ബന്ധത്തെയും ബാധിച്ചു. അവൾ ഉൾവലിയുകയും ഇഗ്നാസിയോയ്ക്ക് താൻ അവഗണിക്കപ്പെടുന്നതായി തോന്നുകയും ചെയ്തു. ഈ സമയം ഹെദർ ആൻറ്റി ഡിപ്രസൻറ്റുകൾ കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് അവരുടെ ലൈംഗിക ജീവിതത്തെയും ബാധിച്ചു. ഹെദർ ഇഗ്നാസിയോയിൽ നിന്ന് ക്ഷമ പ്രതീക്ഷിച്ചു. താൻ വഞ്ചിച്ചാൽ ഹെദർ ഉപേക്ഷിച്ചു പോകുമെന്ന് ഇഗ്നാസിയോയ്ക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. എന്നാൽ 2004 അവൻ ഷോണ നെൽസൺ എന്ന സ്ത്രീയെ പരിചയപ്പെട്ടു. വെൽഡ് കൗണ്ടിയിലെ പോലീസ് ഡിസ്പാച്ചറായിരുന്നു ഷോണ. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കിടയിലാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഷോണയുടെ പശ്ചാത്തലം. ഷോണയുടെ ബാല്യം വളരെ സങ്കീർണകരമായിരുന്നു. ഷോണ അവളുടെ ആൻറ്റിക്കൊപ്പമാണ് വളർന്നത്. ചെറുപ്പത്തിൽ അവരാണ് അവളുടെ അമ്മ എന്നാണ് അവൾ വിചാരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവളോട് പറഞ്ഞത്. അവളുടെ അമ്മയ്ക്ക് അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് സഹോദരിക്ക് കൈമാറിയതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയിരിക്കെ 1992 ഷോണ വെൽഡ് കൗണ്ടിക്ക് വേണ്ടി ഡിസ്പാച്ചറായി ജോലി ചെയ്യാൻ തുടങ്ങി. അവളുടെ ജോലി സ്ഥലത്ത് നിന്ന് മിഷേൽ എന്ന ഒരാളുമായി അവൾ വളരെ സൗഹൃദത്തിലായി. അവളുടെ ആദ്യ ബന്ധത്തിലുള്ള വിള്ളൽ വീഴുന്നത് ഷോണയ്ക്ക് മിഷേലുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ്. ഇതിനിടയിൽ തന്നെ അവൾ ജോലി സ്ഥലത്ത് വെച്ച് കെൻ നെൽസനെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം ചെയ്യുന്നതും. കെൻ ആ സമയം ഷെറിഫിൻ്റെ ഡെപ്യൂട്ടിയായി ജോലി ചെയ്യുകയായിരുന്നു. 1995 ഷോണയ്ക്ക് മുൻ ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ് അവർ തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. 1 വർഷം ഡേറ്റ് ചെയ്തതിന് ശേഷം അവർ വിവാഹം കഴിച്ചു. ഷോണയ്ക്ക് ജോലി സ്ഥലത്ത് അത്ര നല്ല പേരായിരുന്നില്ല. ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്വഭാവം അവൾക്കുണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. മറ്റൊരാളുമായി ബന്ധമുണ്ടാകുമ്പോൾ ഷോണ ആ വ്യക്തിയുടെ പങ്കാളിയെ വെറുക്കാൻ തുടങ്ങുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. കെന്നിനും ഇതേ സമയം മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൾ അവരെ വിളിച്ച് അവരുടെ നായകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. ഇഗ്നാസിയോയുമായുള്ള അവളുടെ ബന്ധം 2004 വസന്തകാലത്താണ് തുടങ്ങിയത്. ഇഗ്നാസിയോ അവൻ്റെ പോലീസ് കാറിലും അവൾ ഡിസ്പാച്ചിലുമായത് കാരണം അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്കുള്ള സംഭാഷണം പതിയൊരു ബന്ധത്തിലേക്ക് നയിച്ചു. ഇടയ്ക്കിടെ സ്റ്റാർബക്സിലും മറ്റുമുള്ള അവരുടെ കണ്ടുമുട്ടലുകൾ
അവരുടെ ബന്ധം വളർത്തി. അവർ ആദ്യമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് 2004 ജൂലൈയിലാണ്. ഇഗ്നാസിയോയ്ക്ക് ഇതിൽ കുറ്റബോധം തോന്നിയെങ്കിലും ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള മതിയായ കാരണമായിരുന്നില്ല ഇത്. ഷോണ ഈ സമയം മറ്റുള്ളവരുടെ ഒപ്പവും ബന്ധപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 2004 അവൾ സുഹൃത്ത് മിഷേലിൻ്റെ ഒപ്പവും റിലേഷനിലായിരുന്നു. ഇഗ്നാഷ്യോ ഇതൊന്നും അറിഞ്ഞതുമില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വരാൻ തുടങ്ങുകയും അവളുടെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം കണ്ടു തുടങ്ങിയതായി ഇഗ്നാഷ്യോ ഓർക്കുന്നു. അവൾ അവരുടെ ബന്ധം സീരിയസ് ആയി കാണാൻ തുടങ്ങി. ഇഗ്നാഷ്യോ ഹെദറിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് അവളെ ചൊടിപ്പിച്ചു. അതേസമയം ഇഗ്നാഷ്യോ ആ ബന്ധം എങ്ങനെയും അവസാനിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ഹെദർ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇഗ്നാഷ്യോയെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് അവൾ ആ കാര്യം പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അതിലവൾ വിജയിക്കുകയും അവനെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. ആ ബന്ധം അവനൊരു ബാധ്യതയാകാൻ തുടങ്ങി. ഇഗ്നാഷ്യോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, അവനും ഹെദറും പുറത്ത് ഡിന്നറിന് പോകുമ്പോൾ ഷോണയ്ക്ക് അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അവൻ പോകുന്നിടത്തൊക്കെ അവൾ കെന്നുമായി അവിടെ എത്തുകയും അടുത്തുള്ള ടേബിളിലിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. കുറച്ച് നാളുകൾക്ക് ശേഷം ഷോണ അവൾ ഗർഭിണിയാണെന്നറിയുന്നു. അവൾ അത് കണ്ടെത്തിയ ദിവസം അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിട്ടയർമെൻറ്റ് പാർട്ടിയുടെ രാത്രിയായിരുന്നു. അന്ന് ഷോണ തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ച് ഇഗ്നാസിയോട് പറയാൻ തീരുമാനിക്കുന്നു. അവർ പാർട്ടി കഴിഞ്ഞ് ഒരുമിച്ച് ഇറങ്ങാനാണ് അവൾ വിചാരിച്ചത്. പക്ഷേ അവളുടെ ആ പദ്ധതി നടക്കാതെ വന്നത് അവളെ കൂട്ടാതെ ഇഗ്നാഷ്യോ പോയപ്പോഴാണ്. അത് അവൾക്ക് മറ്റൊരാഘാതമായിരുന്നു. അന്ന് അവൾ വല്ലാതെ മദ്യപിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞാണ് അവൾക്കിത് ഇഗ്നാസിയോട് പറയാൻ സാധിച്ചത്. ഗർഭത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നമുക്കിത് ഒഴിവാക്കണമെന്നാണ് ഇഗ്നാസിയോ അവളോട് പറഞ്ഞത്. ഈ പ്രൊസീജിയർ നടക്കുന്നതിന് മുമ്പ് ഇഗ്നാഷ്യോയുടെയും ഷോണയുടെയും സഹപ്രവർത്തകരിൽ ഒരാൾ ഷോണ ഇഗ്നാഷ്യോയുടെ കുട്ടിയുമായി ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന് ഹെദറിനോട് പറഞ്ഞു. ഈ വിവരം ഷോണ അറിഞ്ഞപ്പോൾ അവൾ ഹെദറിനെ വിളിച്ച് അവർ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഷോണ ആ ഗർഭം അലസിപ്പിച്ചു. ഈ സമയമാണ് കെൻ ഷോണ തന്നെ ചതിക്കുകയാണ് എന്നറിഞ്ഞത്. അവൻ അത് കണ്ടുപിടിച്ചത് അവളുടെ ഡയറി കുറിപ്പുകളിൽ നിന്നുമായിരുന്നു. ഇത് അറിഞ്ഞ അവൻ അവളുടെ മുന്നിൽ 2 ഓപ്ഷനുകളാണ് കൊടുത്തത്. ഒന്നുകിൽ അവനോടൊപ്പമോ അല്ലെങ്കിൽ ഇഗ്നാഷ്യോടൊപ്പമോ അവൾക്ക് തുടരാമെന്ന്. ആദ്യം അവരുടെ ബന്ധം തന്നെ മതി എന്ന് അവൾ പറഞ്ഞെങ്കിലും അവൾക്ക് ഇഗ്നാഷ്യോയുമായുള്ള ബന്ധം നിർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കെന്നും ഷോണയും തമ്മിൽ ഡിവോഴ്സ്ഡായി. ജൂലൈ 4, 2005 അവർ വീണ്ടും ഇഗ്നാഷ്യോയിൽ നിന്ന് ഗർഭിണിയായി. ഈ സമയമൊക്കെയും ഹെദറിനെ പരസ്യമായി അപമാനിക്കാനും അവൾ മടിച്ചില്ല. ജൂലൈ 4, 2005 അവൾ വീണ്ടും ഇഗ്നാഷ്യോയിൽ നിന്ന് ഗർഭിണിയായി. അവൾ ഇത് കെന്നിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്നാൽ കെന്നിന് അവളോടുള്ള സമീപനം അവൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. അവൻ ഡിവോഴ്സ് പിൻവലിക്കുകയും ആ കുട്ടിയെ വളർത്താം എന്നുമാണ് അവളോട് പറഞ്ഞത്. 2006 ഷോണ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഡിസംബർ 16, 2006 ഹെദർ ഇതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയത്. അന്ന് അവൾ രാത്രി നോക്കുമ്പോൾ ഇഗ്നാഷ്യോ കട്ടിലിൽ തൻ്റെ ഒപ്പം കണ്ടില്ല. അവനപ്പോൾ കാക്ടസ് കാന്യൻ എന്ന ബാറിൽ ഷോണയോടും മിഷേലിനുമൊപ്പം മദ്യപിക്കുകയായിരുന്നു. ആ ലഹരിയിൽ അവൻ തിരിച്ചെത്തി ഹെദറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞു. അവൾ അവനൊരവസരം കൂടി കൊടുക്കാൻ തയ്യാറായി. പകരം അവൾ അവനോട് ഷോണയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവൻ അവളുടെ മുന്നിൽ നിന്ന് ഷോണയെ വിളിച്ച് ബന്ധം അവസാനിപ്പിച്ചു. ഷോണയ്ക്കിത് സഹിക്കാനായില്ല. ഇഗ്നാഷ്യോ കുട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് അവൾ വിശ്വസിച്ചു. അതുകൊണ്ട് അവൾ ഭീഷണിപ്പെടുത്തി കുറേ മെസ്സേജുകളും അവനയച്ചു. ഇഗ്നാഷ്യോയും ഹെദറും തങ്ങളുടെ ബന്ധം ദൃഢമാക്കാൻ അവധിക്ക് ഫ്ലോറിഡയിലേക്ക് പോവുകയും ചെയ്തു. അവർ ജാനുവരിയിൽ തിരികെ കൊളറാഡോയിലെത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 8 അവർക്ക് ഷോണയുടെ മെസ്സേജ് വീണ്ടും വന്നു. അവർ ഷോണയ്ക്കെതിരെ ഡിറ്റൻഷൻ ഓർഡർ ലഭിക്കുന്നത് ഒരു ലോയറിനെ സമീപിച്ചു. ഇഗ്നാഷ്യോ ഫോൺ നമ്പർ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഷോണയ്ക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഷോണയുടെ മെസ്സേജ് വരാഞ്ഞത് അവർക്ക് തെല്ലാശ്വാസം നൽകിയെങ്കിലും അത് അധിക നാൾ നിന്നില്ല. 2007 ജാനുവരി 23 വൈകുന്നേരം 6:15 ഹെദർ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ മുഖംമൂടി ധരിച്ച ഒരാൾ അവളുടെ അടുത്തെത്തി.
നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ആക്രോശിച്ചുകൊണ്ട് 2 തവണ വെടിവെച്ചു. 37-ാം വയസ്സിൽ അങ്ങനെ ഹെദർ കൊല്ലപ്പെട്ടു. സാക്ഷികളിൽ ഒരാൾ ഷോണയാണ് വെടിവെച്ചതെന്ന് 911 കോളിൽ പറഞ്ഞു. ഷോണയെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ വാദിച്ചു. എന്നാൽ അവളുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും വെടിമരുന്നിൻ്റെ അംശം കണ്ടെത്തി. ഷോണയുടെ വിചിത്രമായ വാദം ഇതായിരുന്നു: താൻ വീട്ടിൽ കുളിക്കുകയായിരുന്നുവെന്നും അതിനിടയിൽ വൈൻ വാങ്ങാൻ പുറത്തു പോയപ്പോൾ പോലീസ് പിടികൂടിയതാണെന്നും അവൾ പറഞ്ഞു. എന്നാൽ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലെ ടയർ അടയാളങ്ങൾ ഷോണ ഓടിച്ചിരുന്ന ട്രക്കിൻ്റേതാണെന്ന് തെളിഞ്ഞു. അവൾ ഉപേക്ഷിച്ച ഷൂസിൽ അവളുടെ DNA കണ്ടെത്തി. ഷോണയുടെ സുഹൃത്ത് മിഷേൽ മൂർ കോടതിയിൽ സാക്ഷ്യം പറഞ്ഞു. ഹെദറിനെ കൊല്ലാൻ നേരത്തെ അവർ പദ്ധതിയിട്ടിരുന്നു എന്ന് മിഷേൽ വെളിപ്പെടുത്തി. 5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം കോടതി ഷോണ കുറ്റക്കാരിയാണെന്ന് വിധിച്ചു. അവൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. തൻ്റെ തെറ്റായ ബന്ധം കാരണം ഭാര്യയെ നഷ്ടപ്പെട്ട ഇഗ്നാസിയോ പിന്നീട് ജോലി ഉപേക്ഷിച്ചു. ഒരു നിരപരാധിയായ സ്ത്രീയുടെ ജീവൻ അസൂയ മൂലം നഷ്ടപ്പെട്ട ഈ കഥ ഇന്നും നൊമ്പരമായി അവശേഷിക്കുന്നു. നന്ദി.